ഗുഡ് മോർണിംഗ് വിൻസ. എന്താ ഉറക്ക വിൻസ? മഞ്ചേരി കോഴിക്കോട് ഇറങ്ങി കണ്ട കണ്ണ് തുറക്കുന്നില്ല വിൻസൻ. ആ തറന്നോ ബുദ്ധി പ്രോസസ് ആയിക്കൊണ്ടിരിക്കണേ. നമുക്ക് പറയുന്നത് എന്താ നോക്കാം. ആ ഓക്കെ, ഇപ്പോഴാണ് ഇങ്ങനെ ഓണായി വന്നത്. ഓക്കെ, പ്രോസസ് ആയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി തട്ടാക്കണം. ഗൈസ്, മിൻച്ച നല്ല ഉറക്കമായിരുന്നു. മിൻച്ച നോമ്പുണ്ടോ? നോമ്പുള്ളവരെ പോലൊക്കെ ഉണ്ട് മിൻച്ചക്ക്. ഇല്ല ഉണ്ടോ? ഉച്ചവരെ നോമ്പുണ്ട്. എന്നെ കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങി. ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കം ഉറങ്ങി. അപ്പോൾ സൈഡിലോട്ട് താന്ന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ മിൻച്ച ബുദ്ധി വന്നിട്ട് മിൻച്ച വരുന്നതായിരിക്കും. കണ്ടപ്പോൾ ഉറക്കത്തിലാണ്. പക്ഷെ ഉറക്കത്തിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടുണ്ട്. ഇതാണ് കഴിച്ച് മിൻച്ചൻ്റെ പുതിയ വാച്ച്. കാണിച്ചെത്താ വെച്ചാൽ ഏതാ മിൻച്ച വാച്ച്? ഇന്റെ വാച്ചാണ് കഴിച്ച് കുഴപ്പമില്ല. മിൻച്ചൻ്റെ സാംസങ് വാച്ച് 6. സോ നമ്മളിപ്പോൾ കോഴിക്കോട് എത്തി. കഴിച്ച് നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. മിൻച്ചൊന്നും അറിഞ്ഞില്ല. അപ്പോൾ എന്താണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ. നമുക്ക് ബീച്ചിൽ പോയി നോമ്പ് തുറക്കണം. മിൻച്ച വല്ലതും അറിയണ്ടോ? ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയില്ല. ആ കണ്ണുറന്നാലും ഉറങ്ങുന്നുണ്ടല്ലോ. 2 മണിക്കൂറിലാകെ 10-15 മിനിറ്റ് അല്ലേ? അല്ല 10-15 പ്രാവശ്യം ഒരു സെക്കൻഡ് തുറക്കുന്നു നടക്കുന്നു. 5 മിനിറ്റില് ഞാൻ ഉറങ്ങണ ക്ലിപ്സ് ഞാൻ കാണിച്ചതിലുണ്ട്. ബൈ ഗൈസ്. നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ബീച്ചിലെത്തി. ഒരാളെ ഇതിന്റെ ഇടയിൽ കൂടെ അതിന്റെ കട്ടി അടിപൊളി വ്യൂ വേറെ ഒന്നുണ്ട്. എത്ര വ്യൂ ആരെങ്കിലും വരൂ? പെർഫെക്റ്റ് ജോലായിട്ട് നോക്കട്ടെ. ജോല പിന്നെ ആ ഒരു താടി നോക്കട്ടെ. അയ്യോ, അതിന്റെ അത്ര ആരും വരില്ല ഗൈസ്. പിന്നെ വേറൊരു വ്യൂ എന്താണ് തേങ്ങില്ലാത്ത ഗൈസ്? ഷോപ്പൊന്നും തുറന്നിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇറങ്ങി. അയ്യോ പാറയാണല്ലോ. കണ്ടു ഗൈസ്, വി ആർ അറ്റ് ബീച്ച്. ഓ ഗൈസ്, ക്രാബ്സ്, കുഞ്ഞി ക്രാബ്. പക്ഷെ അത് നമ്മൾ നോക്കാൻ പാടില്ല ഗൈസ്. നോമ്പ് നോച്ചിട്ടുണ്ടോ നിങ്ങൾ? എനിവേസ് നമ്മൾ ഇതിൽ കൂടെ നടക്കുകയാണ്. നൈസ് വൈബാ ഗൈസ്. പക്ഷെ നോമ്പ് വെച്ചേണ്ട ആ ഒരു എന്തുണ്ട്. പിന്നെ നോമ്പ് നോക്കാത്ത കുറച്ച് ആൾക്കാർക്ക് ക്ഷീണമൊന്നുമില്ല. പക്ഷെ നോമ്പ് നോറ്റ ആൾക്കാർക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എനിക്കൊരു ക്ഷീണമില്ല. അതന്നെ എനിക്ക് നല്ല എനർജി ഉണ്ട്. എനിക്ക് ATP മൈറ്റോകോൺഡ്രിയ വെച്ചിട്ട് എനർജി ATP പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാനിതാ മീൻസ് ഇവിടെ നമ്മൾ ഇനി എന്താണ് എന്താ വെച്ച പ്ലാന്? ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിരിക്കാണ്. നമ്മുടെ കടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമക്കായ നെണ്ടോ ഇവിടെ നെണ്ടില്ല. ഇത് പറഞ്ഞാൽ മസാല കല്ലുമക്കായ. ഇത് കുന്താൾ. ഓ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാടമുട്ട. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ സമൂസ നമുക്ക് വേറെ സൈഡിൽ വാങ്ങാം. ഹേ ഗായ്സ്, എല്ലാവർക്കും മിൻസയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ ഇൻട്രോ അല്ലട്ടോ, അത് ആ ഒരു നിമിഷത്തിൽ വരുന്ന സ്പോണ്ടേനിയസ് ബ്രോസ്റ്റഡ് കല്ലുമക്കായ ഗൈസ്. എത്ര നമ്മൾ വാങ്ങി? 4 നമ്മൾ വാങ്ങി. എന്റെ മനസ്സിലൊരു ലെണ്ടുണ്ട്. കല്ലുമക്കായ മാത്രമേ ആയിട്ടുള്ളൂ. മനസ്സിലൊന്നുമില്ല. എന്റെ മനസ്സിൽ വേറെ ഉണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾ കാക്കന്റെ കണ്ണട കണ്ടോ ഗൈസ്? എന്റെ കാക്കന്റെ കണ്ണടിച്ചു പോയി. അങ്ങനെ ഗൈസ്, എന്റെ കാക്കന്റെ കണ്ണ് അടിച്ചു പോയി. അല്ല ഗൈസ്, എന്ത് പവർ ഉണ്ടോ? പവറൊക്കെ ഉണ്ടാവും. എന്തൊരു വലിയ കണ്ണാടിയാണ്.
ഗോർജിയസ്. ആ ഇതാണ് ഞാൻ കണ്ടത്. ബട്ട് എനിക്ക് കുറച്ചും കൂടി ആപ്പറ്റൈസിങ് ആയിട്ടുള്ള ഉണ്ട്. അല്ല അല്ല ഒന്നും കൂടി ഒരു പൊരിഞ്ഞതാ ഞാൻ കണ്ടേ. അല്ല അതന്നെയാണ് സത്യം. അത് കോളിഫ്ലവർ ആണ്. എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ചും കൂടി ഞാൻ ഏറ്റവും സൈഡിലാ കണ്ടത്. ചോക്ലേറ്റ് ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട്. അത് എനിക്ക് കഴിക്കണം നല്ല ആഗ്രഹമുണ്ട്. ആഗ്രഹം ഒന്നും നമ്മള് ഞാൻ അതല്ലേ ഞാൻ നോക്കി. ഞാൻ എന്തായാലും നോക്കി ഗൈസ്. അയാൾക്ക് ബ്ലൂ കണ്ണാണ്. ആണോ? വായി നോക്കാൻ പോയില്ല എന്റെ ഇടയിൽ കൂടെ. എന്ത് ഇന്റെ നുള്ളിട് കഴിച്ചു കടൗട്ടാണോ വെച്ചാ എനിക്കൊന്നും വേണ്ട. തലമണ്ടൊന്നും കണ്ണ് നോക്കിയപ്പോ ഞാൻ പറഞ്ഞു വായി നോക്കി. ശരിയല്ലേ? ഇതിന്റെ ഒപ്പം നടന്ന് എന്റെ ഓറ പോവും ഗൈസ്. എനിക്ക് അത്യാവശ്യത്തിന് ഓറ. പച്ച കല്ലുമ്മക്കായ, ചുവന്ന കല്ലുമ്മക്കായ. ഓ മിച്ചത് എന്തുവാണ് മിച്ചക്ക്? ഇതെന്താ അറിയോ? ആ എനിക്കറിയാം. ഓയിസ്റ്റർ. ഓയിസ്റ്റർ അല്ലേ? ഓയിസ്റ്ററോ? ഓയിസ്റ്റർ ആണ് ഗൈസ്. അത് അതിനല്ലേ കടുക്ക? ഓയിസ്റ്ററാണ് കടുക്ക? അല്ല വേറെ. പക്ഷെ കടുക്കന്റെ അതേ ഇത് കല്ലുമ്മക്കായ കടുക്ക. കല്ലുമ്മക്കായാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഓയിസ്റ്റർ വേറെ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളിപ്പോ എന്തൊക്കെ മേടിച്ചു? ഇപ്പൊ എനിക്ക് സത്യത്തിൽ അറിയില്ല ഗൈസ്. എന്തൊക്കെ കടുക്ക വാങ്ങിയെന്നാണ് എന്റെ ഒരു. കടിക്കും കുറെ ടൈപ്പ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അടുത്തൊരു ജ്യൂസ് മേടിക്കണം. ജ്യൂസ് മേടിക്കുന്നതിന് മുന്നേ എന്റെ മനസ്സിലുള്ള സാധനം പൊട്ടിപ്പോയി. അത് കഴിഞ്ഞ ആ ഒരു പീടി തന്നെ കണ്ടിട്ടുള്ളൂ. അല്ല കാക്ക, ഞാൻ വേറെ എവിടെയോ കണ്ടിക്കണത് എനിക്ക് വളരെ അധികം ഉറപ്പാണ്. ഗൈസ് എനിക്ക് എന്തായാലും ചോക്ലേറ്റ് ഫൗണ്ടൈനിൽ എന്തെങ്കിലും കൂട്ടിട്ട് ഞം കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ എത്ര ഗൈസ്? 5 മണി ഇട്ടേക്കണേ. 5:10 സംതിങ് ആയിട്ടുണ്ടാവും. എന്റെ വാച്ച് പോക്കറ്റിലാണ്. അല്ല കൈമയാടൂല. ഓ ഗൈസ് ചൂടാണ് ഗൈസ്. പക്ഷെ ഇവിടെ ശരിക്കും ആ സാധനങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. തിന്നാളെ അതെല്ലാം മാറ്റിക്കാണ്ടല്ലേ ഇപ്പൊ അങ്ങനെ ആക്കിയത്. അതൊക്കെ നിരോധിച്ചു. ഒരു മിനിറ്റ്. എന്ത് അങ്ങനത്തെ സ്റ്റോൾസ് അല്ലേ പറഞ്ഞേ? ആ സ്റ്റോളൊക്കെ മാറ്റിക്കാണ്ടാണ് ബാക്കത്തെ മറ്റേ വെറുതെ പറയണ. അത് വൈകുന്നേരം രാത്രി തുറക്കൂല. കിളി പോയി കട്ടായോ? ഇന്റർനാഷണൽ കട്ടാണ്. അങ്ങനല്ലേ ഗൈസ്. പക്ഷെ അപ്പൊ ഒരു ഉദ്ദേശോ ബോട്ടിങ്ങിന് എത്ര? അപ്പൊ ഒരു ഉദ്ദേശോ 3 കിലോമീറ്റർ ചുറ്റി 150 രൂപ. എനിക്ക് മറ്റേ സ്പീഡ് ബോട്ടിലാ പോണേ. സ്പീഡ് ബോട്ടില്ല, അങ്ങനെ ഒരു സ്പീഡ് ബോട്ടിൽ എല്ലാരും കൂടി ഇരുന്ന് പോകും. മയ്യ് പറഞ്ഞ മറ്റേ ഇതിലേക്കാറില്ല മറ്റേ സാധനം ജെറ്റ്സ്കി. പിടിക്കണം. ഓടി പിടിച്ചോ. നല്ല പോ മിൻസാ. സോഫ്റ്റ് ആയിട്ട് പോ മിൻസാ. സസ്യം പോണേ. അയ്യോ ഗൈസ്, നമുക്ക് ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണാം. ഔട്ട്ഫിറ്റ് എനിക്ക് OTD കാണിച്ചു കൊടുക്കാം. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞ ഇത് ഏറ്റവും ഞാൻ പുതിയ വാങ്ങിയ ഷർട്ടാണ്. ഇത് ഞാൻ മാച്ച് ഇല്ലാത്തൊരു ചെരുപ്പാണ് മിൻസാന്റെ. അത് പക്ഷെ അങ്ങനെയല്ല രസം. ട്രെൻഡ് അങ്ങനെയാണ് ശരിക്കും. എന്റെ ട്രെൻഡോസ്പി എനിക്ക് വള്ളത്തിൽ കാലിടണം. വള്ളത്തിൽ കാലിടാൻ പാട് ഗൈസ്. കാലില് വള്ളം ഇടണം. ചിരിക്കണില്ല നിങ്ങള്? കേട്ടോ നിങ്ങള്? വള്ളത്തിൽ കാലില് വള്ളം ഇടണം. ഇറങ്ങാൻ പോണേ. വണ്ടി കഴിച്ചിട്ടോ. എന്താ മിൻസാന്റെ കഥ? ചെറിയ കുട്ടിയോ? നല്ല കഥ. അങ്ങനെ മിൻസൊക്കെ നടക്കും. മിൻസ വെള്ളത്തിലൊക്കെ കാലിട്ട് കണ്ടോ? ഓ മിൻസ സെറ്റാണോ?
സന്തോഷമായി ഗൈസ്. എത്ര കാലായിരുന്നു കൊറേ കാലായി ഗൈസ് ഞാനൊക്കെ ബീച്ചിൽ വന്നത്. കൂടി അടിയെ കൂടിയാണ് കാലിട്ടു സെറ്റായി. ഇപ്പൊ എങ്ങനെ മിച്ചത്? അയ്യാ വരുന്നു നടക്കല്ല. എനിവേ ഗൈസ്, അപ്പൊ അങ്ങനെയാണ് മിൻസിന്റെ കഥകൾ. ഇനി നമുക്ക് അടുത്ത പണികൾ എന്തൊക്കെയാ വെച്ചാൽ ഞങ്ങൾ കാറ്റോണ്ട് വല്ലതും കേൾക്കണോ എനിക്കറിയില്ല. കാലിനെന്താ വെച്ചാ ഓ അല്ല, പിന്നെ ബീച്ചില് കാലിട്ട ഞങ്ങൾക്ക് പിന്നെ കാലിന് മൊത്തം ഗോൾഡാവും. ഗോൾഡ് ഇതിലിട്ടാണ്ട് അവിടെ പോയി കാലിടാം. ഓ അപ്പൊ ചെരുപ്പിന്റെ ഉള്ളിൽ ഫുള്ള് മണലാവും. സൂപ്പർ. നേരത്തെ മിൻസിന്റെ ബുദ്ധി കേൾക്കുമ്പോൾ നമ്മളല്ലാണ്ടായി മാറും. അപ്പൊ എന്തായാലും നമുക്ക് മിൻസിന്റെ ബുദ്ധി കാണാം. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓളെ ബുദ്ധിയാണ്. കണ്ട കാര്യം തന്നെ കണ്ടന്റ് ഓഫ് ദ ഇന്ത്യ ആയിരുന്നു. കോമഡി ആയിരുന്നു. അങ്ങനെ മിൻസിന്റെ ചാടിക്കളിക്ക് ശേഷം ആ മണലുള്ള ഇതുകൊണ്ട് ഇങ്ങനെ നടന്നു തരാം. മിൻസ അത്ര കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ചില സന്തോഷങ്ങൾ വേണ്ടിട്ട് നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവോ മണലിങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കൊയണൊരു ഫീല്. ഇങ്ങോട്ടും കൊണ്ടുവച്ച് കാറിലും കയറണോ? അപ്പൊ ഇനി എന്തായാലും മിൻസ ഇന്നേന്റെ നോമ്പറക്കണം. അവിടെ മാച്ച് പോയിരിക്കണം. അപ്പൊ അന്നെന്താ കട്ട് നിലത്തിരുത്തേണ്ടി വരില്ലോ. മണലാവാതെ നമ്മള് മാച്ച് നമുക്ക് ഇനി അടുത്ത പണിയായിട്ട് ജ്യൂസ് ഒക്കെ മേടിക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തോണ്ടിരിക്കണം. ആദ്യം നമുക്ക് കാക്കയുണ്ട്. എന്താണ് കാക്ക ഇതിന്റെ ഉള്ളിലുള്ളത്? പല സാധനങ്ങളുണ്ട്. യെസ് ഗൈസ്, പല സാധനങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ബാക്കി സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ? പ്ലേറ്റ് കാര്യങ്ങളും അങ്ങനെ. ക്യാമ്പ് ചെയ്യാൻ പോകാൻ കാണാം ക്യാമ്പല്ല ഗൈസ്, പിക്നിക്. പിക്നിക്കിന് വന്നതാണ്. പിക്നിക്കിനാണ് നോമ്പ് തുറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൊറേ മുന്നേ ഇത് ചെയ്തിരുന്നു. ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? കഴിഞ്ഞ നോമ്പിന് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ നോമ്പിന് നമ്മൾ ഇതേ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ നോമ്പ് ചെയ്തിട്ടുള്ളൂ. ഈ പ്രാവശ്യത്തെ നോമ്പിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ടാവുള്ളൂ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കാണ്? നമ്മൾ പോവുകയാണ് ഗൈസ്. കാക്ക ഓ ഗൈസ്, സണ്ണ് കാണുന്നില്ല നിങ്ങൾക്ക്? അല്ല, ഇതില് സണ്ണ് കാണണേ ഇല്ല. ഓ ഗൈസ്, നല്ല ഓറഞ്ച് സണ്ണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, അവിടെ ഉള്ളവർക്ക് സെറ്റപ്പ് ഒക്കെ ലൈറ്റ് ഒക്കെ വെച്ചാണ് സെറ്റപ്പ്. എന്ത് കല്യാണം പോലുണ്ട്. നമ്മക്കാ ഒന്നല്ലേ വെച്ചാ എനിവേസ് സിമ്പിൾ ആണ് ഗൈസ്. ഏറ്റവും ബെസ്റ്റ് എന്ത് പറയണേ. എനിവേസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? Yes guys, this is Para and that is the sun of the India. Let's go. Hey bro, നല്ല കണ്ണ്, നല്ല ഭംഗിയുണ്ട്. Yes guys, നമ്മൾ ഇവിടെയാണോ ചെയ്യാൻ പോകുന്നത്? Yes. അപ്പോൾ നമ്മൾ ഇനി വിരിക്കാൻ പോവാണ്. Let's go guys. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര കാറ്റാണ്, നമുക്കൊന്നും സെറ്റ് ആക്കാൻ കഴിയില്ല. കാരണം ഗൈസ് ഇവിടെ ഓരോന്നോടെ കാല് വെച്ചിരിക്കുകയാണ്. അവിടെ കുറെ റെഡിയായി. കാരണം ഗൈസ് അവിടെ വെള്ളക്കുപ്പയാണ് ഇതാക്കാൻ വെച്ചിരിക്കുന്നത്. ലെറ്റ്സ് ഗോ കാക്ക, യു കാൻ ഡു ഇറ്റ് കാക്ക. ഞാൻ ഇവിടെ കാല് പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇവ ഫുള്ള് മണലാക്കി ഗൈസ് ഞാൻ. എനിവേസ് ഇനി ഞാൻ കയറുമ്പോൾ എന്റെ കാലുമ്പോൾ ഫുള്ള് മണലുണ്ടാവും ഗൈസ്. നമുക്ക് കൂട്ടിന് അവിടെ ഒരാളുണ്ട്. ഹായ് ബ്രോ. നമ്മൾ നോക്കണില്ല കാരണം ഗൈസ് നമ്മുടെ മുന്നോട് കൊക്ക് ഗൈസ്. നോക്ക് ഗൈസ്, ഇറ്റ്സ് കൊക്ക്. ഓളോ വ്യൂ നോക്ക് ഗൈസ്. കാരണം ഗൈസ് ഇങ്ങനെ പോയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ പോയാൽ അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്. സോ പ്രിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ സാധനങ്ങൾ നമ്മൾ വെച്ചില്ല, പക്ഷെ നമ്മൾ എന്ത് വിരിച്ചു ഗൈസ്? നമ്മൾ പായ വിരിച്ചു.
ഞാന് ചിക്കു. ചിക്കു. ഓ ഗൈസ് കണ്ടു ഗൈസ്, ഇവിടെ നമ്മുടെ ജ്യൂസ് ഉണ്ട്. ഇനി ഉണ്ടല്ലോ ജ്യൂസ് ബാക്കിയോടെ. എനിവേ ഗൈസ് നമ്മുടെ ചിക്കു മാംഗോ ഓർഡർ ചെയ്തേ. മാംഗോ ആര് ഓർഡർ ചെയ്തേ? നമ്മൾ 6 പൈനാപ്പിള്, പിന്നെ ഇതിന്റെ ലിയൂലേ. വീണ്ടും ചിക്കു. അയ്യേ ചിക്കു. അയ്യോ പിന്നെന്താ ഇതിലൊന്നുമില്ല. സാധനങ്ങളൊക്കെ കൂടെ ആവാനെടുത്തോ. യെസ് ഗൈസ്, അപ്പൊ അടുത്ത ഇനി നമുക്ക് ജ്യൂസ് ഉണ്ട്. കുറച്ച് മിനിറ്റ്. ഇതാണ് ഇത് ടെൻഡർ. ഇത് ഒരു ടെൻഡറും കൂടി ഉണ്ടല്ലോ, 2 ടെൻഡർ ഉണ്ട് ഗൈസ്. നമുക്ക് സ്ട്രോ ഉണ്ട്, നമ്മൾ തൽക്കാലത്തിന് ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല. ഇനി നമുക്ക് എന്താ ഇതെന്താ പ്രത്യേക സ്പീഡിലെ സാധനം ഞാൻ ഓർഡർ ചെയ്താ. ഓക്കെ ഗൈസ്, അങ്ങനെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഗ്രൂപ്പ് ആയിട്ട് ആദ്യത്തെ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ അൺബോക്സ് ചെയ്തോ. വെള്ളമൊക്കെ ആയോമേ? വെള്ളല്ല, പൊട്ടിച്ചോ? ഇതെന്താ ഷവർമയാണോ? പിന്നെന്താ? സാൻഡ്വിച്ച്. ഓക്കെ ഗൈസ്, സാൻഡ്വിച്ച് ഉണ്ട്. എനിവേസ് ഓക്കെ ഗൈസ്, നമുക്ക് 2 മിനി സാൻഡ്വിച്ച് 4 എണ്ണായി. ഓക്കെ ഗൈസ്, നമ്മുടെ വേസ്റ്റ് ഒന്നും കളയാൻ പാടില്ല ഗൈസ്. നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കണേ. പിന്നെ ഗൈസ് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? നമ്മുടെ മെയിൻ സാധനം വന്നിട്ടുണ്ട്. എന്താണ്? ഈത്തപ്പഴം വന്നിട്ടുണ്ട്. അയ്യോ മിൻസിന്റെ സ്ട്രോ ഒടിഞ്ഞു മിൻസാ. അയ്യോ പിന്നെ ഇതെന്തത്? ഭയങ്കര കാറ്റാണ് ഗൈസ്. അതാണ് മെയിൻ അട്രാക്ഷൻ. അട്രാക്ഷൻ പറഞ്ഞാൽ നല്ല സുഖമാണ്, പക്ഷെ വീഡിയോയിൽ ചിലപ്പോൾ സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ അവിടെ ഫുൾ കൊക്കുകൾ കുറെ, പിന്നെ പട്ടിക്കുട്ടികളും ഉണ്ട്. ഇതെന്താ? ഓ മൈ ഗോഡ്, ഇത് മസാല കല്ലുമ്മക്കായ്. മസാല കല്ലുമ്മക്കായ്. ഇതെന്താ? പയംപൊരിയോ? പയംപൊരി. ഒരു വലിയ പയംപൊരി ഉന്നക്കായ. ഓ ഇത് വലിയ ഉന്നക്കായ കേട്ടോ. അവിടുത്തെ ഉന്നക്കായ ചെറുതേനു. അത് ഉന്നക്കായാണ്. അത് ഉന്നക്കായ. ഉന്നക്കായ പഴാണല്ലോ. ഓ പഴം നിറച്ചത് ഉന്നക്കായല്ല. എനിവേസ് നമ്മളുടെ എന്താണ് നമ്മൾ ഇതിലിടുന്നത്? ദിസ് ഇസ് ഗൈസ് മസാല കല്ലുമ്മക്കായ. അടുത്തായിട്ട് ഷോള്. ആ കല്ലുമ്മക്കായ കാണാൻ രസം. ബാങ്ക് കൊടുത്തില്ല കാക്ക സബൂർ. എനിവേസ് ഇത് ബ്രോസ്റ്ററാ? അല്ല അല്ല, ബ്രോസ്റ്റർ ഒന്നുകൂടി യെല്ലോ കളറാണ്. ബ്രോസ്റ്റർ കല്ലുമ്മക്കായും മേടിച്ചിരുന്നു. യെസ് ഗൈസ്, കുറെ സാധനങ്ങളായല്ലോ. കല്ലുമ്മക്കായ കുറെ ആദ്യം കണ്ടോണ്ട് വാങ്ങിട്ട് ഗൈസ്. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് ബ്രോസ്റ്റർ കല്ലുമ്മക്കായ. അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിച്ചാൽ അത് നല്ല വാങ്ങി. പിന്നെ വേറെ ഒന്നും വാങ്ങി, 3 തരറ്റ് വാങ്ങിക്കണം നമ്മള്. ഫുള്ള് കല്ലുമ്മക്കായാണല്ലോ. മസാല കല്ലുമ്മക്കായ ഉണ്ട്. അത് കല്ലുമ്മക്കായാണ് പറയല്ലേ? ആ മുട്ട ഗൈസ്, കാട മുട്ടയാണ്. കഴിഞ്ഞൂലേ? ഇത്ര ഉള്ളൂന്നോ? മതിയല്ലേ? ഇതെന്താ? ഇതെന്താ സാധനം? ഒന്ന് ഒരു മെച്ചിക്കുള്ള പൊരിച്ചത്തിലാണ്. ഇനി നമ്മൾ മുട്ടിടാൻ പോകും. അയ്യോ ഒരു പൊരിച്ചത്തിരി. യെസ് ഗൈസ്, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ. അല്ല ഇതെന്താ? ഇനി എന്താ ഉള്ളത്? ഫ്രൂട്ട്സ് ഉണ്ട് കൊറേ സാധനം ഉണ്ടല്ലോ. അല്ലാ, ഓ മൈ ഗോഡ് ഗൈസ്, എന്റെ ഫേവറേറ്റ് ഉണ്ട് പൈനാപ്പിൾ. അതുണ്ട്. പിന്നെ എന്താ? വത്തക്ക അഥവാ തണ്ണിമത്തൻ ഗൈസ്. നിങ്ങളുടെ എന്താന്ന് എനിക്കറിയില്ല. എനിവേസ് അതെ. യെസ് ഗൈസ്, കൊള്ളാം ഗൈസ്. കിട്ടും ഇട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ആക്കുന്നത്. നമ്മുടെ സാധനങ്ങളൊക്കെ 3 മിനിറ്റ് ഉണ്ട്. ഞാൻ കല്ലുമ്മക്കായിക്കാണ് പോകാൻ പോണത്. അല്ല ഞാൻ അതിനെ ചെയ്യാൻ പോണേ. ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. 4 എണ്ണം ഉണ്ട് ഗൈസ്. അത്രയൊന്നും വയറിന്റെ കാക്കില്ല ഗൈസ്, കുഞ്ഞതാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ അതിനാണ് വെയിറ്റ് ചെയ്യണം. പിന്നെ ഗൈസ് എനിക്ക് ചിക്കുനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എനിക്ക് ഇതെനിക്ക് അങ്ങനല്ല ഗൈസ്, എനിക്കൊരു യെസ് ഗൈസ് അങ്ങനെ ബാങ്ക് കൊടുത്തു ഗൈസ്. നമുക്ക് കൈയൊക്കെ മറന്നോ? സംശയം ഞാനും കൈ കിട്ടില്ല. കൈയൊക്കെ പിന്നെ കേൾക്കാം. നോമ്പാക്കതുണ്ട്. ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ട്. ശരിക്കും പറയാം നോമ്പ് പറ്റണം. ഖുർആൻ സത്യം ഞാൻ നോമ്പ് വെച്ചത്. അപ്പോൾ നോമ്പ് വെച്ചിട്ട്
മിച്ചെന്താ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോണത്? സാൻഡ്വിച്ചോ? എടാ ഇന്ന സാൻഡ്വിച്ചാണ്. അല്ലേ വേണ്ട ഒരു കാട മുട്ടേ തുടങ്ങാം. ഗ്യാസ് വരും കേട്ടോ. എടുത്തോ കേട്ടോ. ഇന്റെ ചിക്കൻ എന്താണ് എന്താന്ന് വെച്ചാ ടിക്ക സാൻഡ്വിച്ച്. ഓ റിയലി? ഞാൻ ഇപ്പൊ പേരിട്ടതാ. ആണോ? ടിക്ക സാൻഡ്വിച്ച് ട്രൈ ചെയ്ത മോനെ ഒരു ടേസ്റ്റും ഇല്ല. കൊള്ളാം. നല്ല ഞാൻ ബ്രോസ്റ്റഡ് കല്ലുമുക്കാൻ രസമാണ്. അതൊന്ന് അളക്കട്ടെ. അല്ലാത്തത് സ്ട്രോമാ. സ്ട്രോ ചാമ്പ പൊട്ടി ചാമ്പ. ഇത് ബ്രോസ്റ്റഡ് അത് പൊരിച്ചതാണ്. ഞാൻ പറഞ്ഞു ഒന്നെടുത്താൽ ഞാൻ നാലെടുത്ത് വിളി കയറും. സത്യം പറയാ രസമില്ല. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇവിടെ ഏകദേശം എല്ലാതും അവിടെ തന്നെ ഒരു ചെറുതായിട്ട് ഉണ്ട്. ഒന്നും കഴിക്കണില്ല. ഞാൻ രണ്ട് കഴിച്ചു. ഒരു സാൻഡ്വിച്ച് കഴിച്ചു. പിന്നെ രണ്ട് അതെ 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 ഫുൾ കള്ളം പറയാട്ടോ. ഞാൻ ഫുൾ വത്തക്കം അത് ആ പ്ലേറ്റിൽ അതല്ലേന്നോ സാധനങ്ങൾ ഫുള്ള് ഒന്നും കഴിച്ചില്ല ഗൈസ്, വെറുതെ പറയണേ. മിൻസിന്റെ ജ്യൂസ് ഉണ്ട് ബാക്കി ഒന്ന് ഒരു ചിക്കു ജ്യൂസും ഒരു മുള്ളു ചായ. ശരിക്കും നോമ്പ് തോറ്റിടോ വെച്ചാ അതോ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടോ? ഞാൻ എന്റെ പല്ലേന്ന് ഈ ദിവസം ഫുള്ള് നമ്മള് വീട്ടിൽ നിന്ന് എത്ര മണിക്കത്തെ 1-2 മണിക്ക് ഇറങ്ങിയിരിക്കണേ. ഞാൻ എണീക്കണ് 11 മണിക്ക്. ഷോപ്പിംഗ് ഉണ്ട് ഗൈസ്. നമുക്ക് ഹൈലൈറ്റ് മാളിലേക്ക് പോവാം. മിൻസിക്ക് ഡ്രസ് ഹൈലൈറ്റ് ഗൈസ്. അപ്പൊ ഞാനിതാ മിൻസ് അവിടെ ഉണ്ട്. നോമ്പ് വെച്ചിട്ട് എനിക്ക് ക്ഷീണല്ലേ, പക്ഷെ ഭക്ഷണം ക്ഷീണം വന്നു. മുമ്പിലൊക്കെ ഗൈസ് ഇവിടെ കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കണ്ടോ. ടെന്റ് ഒക്കെ ഉണ്ട്. അയ്യോ കണ്ടോ ഗൈസ്, ടെന്റ് ഒക്കെ വെച്ച് സെറ്റപ്പ് ഒക്കെ ആക്കിക്കണ്. എനിവേ ഗൈസ് നമുക്ക് പിന്നെ ടെന്റ് ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ നേരെ ഇതായിരുന്നു. നമുക്ക് നേരെ കാർ കയറാൻ നമുക്ക് മാളിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ നമുക്ക് കഴിച്ചു വന്നു. ഇനിയിപ്പോ എന്തായി കാക്ക? മിൻഷക്ക് ഡ്രസ് എടുക്കാൻ പോവാണ് ഗൈസ്. അത് ഗൈസ് എനിക്ക് മാത്രമല്ല ഗൈസ്, ഇയാൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഗൈസ് ഡ്രസ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. നമ്മൾ നമുക്ക് കഴിച്ച് വയറൊക്കെ കംപ്ലീറ്റ്ലി ഫുള്ളായി. അവിടെ അല്ല ഇവിടെ തന്നെയാണ് വയറ്. അത് ഗൈസ് ഇനി നമ്മൾ ചിൽ മോഡ്, ഫുൾ ചിൽ മോഡ്. യെസ് ഗൈസ് ലെറ്റ്സ് ഗോ. ഷോപ്പിംഗ് വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോണത്. കാക്കാന്റെ ഉണ്ട് ട്ടോ വയറ്. ഇതെന്താ ഗൈസ് ബ്ലൂടൂത്ത് കണക്ഷൻ ആണ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുന്നത്. എന്താണ്? ഓ ചെരുപ്പ് റെഡിയാക്കണം. സത്യം ഗൈസ് ബ്ലെസ്സിങ്സ് കൊടുക്കണം. എനിവേസ് ഇതെന്താ, ഇത് നമ്മുടെ നെസ്റ്റോ അല്ലേ? നെസ്റ്റോ ആണ് ഗൈസ്. ഹൈലൈറ്റ് മോൾക്ക് വന്നിട്ട് എത്ര കാലമായിരുന്നു, എനിക്ക് സങ്കടമായി ഗൈസ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ ഷോപ്പിങ്ങിലാണ് ഗൈസ്. ഞാൻ ഒന്നെടുത്തു, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. യെസ് ഗൈസ്, നമ്മുടെ പാരുണ്ട്, മൻക്കുണ്ട് ഗൈസ്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ ഒന്നാണ് ഇപ്പോൾ എടുത്തുക്കുന്നത്. ലെറ്റ്സ് ഗോ. എനിക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ മിക്കവാറും മെയിനായിട്ട് ഗൈസ് ഞാൻ സിമ്പിളാണ് നോക്കുന്നത്. എന്നാൽ പിന്നെ എല്ലാ ബാഗി പാൻറ്റിനും ഇടാം എന്നുള്ള ആ ഒരു ബോധത്തിലാണ് ഞാൻ എടുക്കുന്നത്. ക്യൂട്ട് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ബട്ട് വളരെ വലിയൊരു കഴുത്താണ്. നമ്മൾ പെരുന്നാൾ ഡ്രസ് ഞാൻ ചുരിദാറാണ് ഗൈസ് എടുക്കുന്നത്. ഇത് ഞാൻ വെറുതെ ഒരു
ഞാൻ മെയിനായിട്ട് ഗൈസ് എൻ്റെ ഡ്രസ്സ് ഏകദേശം എല്ലാം കഴിഞ്ഞാണ്. കാരണം ഞാൻ ഇട്ടനെ അല്ല ഇത് എടുക്കണില്ല, ഞാൻ വെറുതെ നോക്കിയതാണ്. ഓ മൈ ഗോഡ് ഗൈസ്, ഐ ലവ് ദിസ് കളർ. ഓ രസമുണ്ടോ? ഇത് എക്സ്ട്രാ സ്മോൾ ആണ്. ഒരു എക്സ്ട്രാ ഒരു ലാർജ് എടുക്കാം അല്ലേ? ഒരു ലാർജ് എടുക്കട്ടെ. ദിസ് ഇസ് സ്മോൾ, ദിസ് ഇസ് ലാർജ്. അറിയില്ല ബ്രോ. ഓക്കെ എനിവേസ് ഇതാണ്. ഓക്കെ ഇറ്റ് ലുക്സ് ക്യൂട്ട് ഗൈസ്, ലെറ്റ്സ് ഗോ. എനിക്കൊരു ഇൻഡിഗോ കളർ പറഞ്ഞ ഗൈസ് ഈ പാൻ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതല്ല, ദിസ് ഇസ് നോട്ട് ബാഗി. യെസ് ഐ വാണ്ട് വെരി ലൈക്ക് വൈഡ് ലെഗ് ജീൻസ് ആയിട്ട് എനിക്ക് വേണ്ടത്. എവിടെ? ഓ ഇതൊക്കെ യാളിയാ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നേ. ഓ മൈ ഗോഡ് ഗൈസ്, എക്സ്പെൻസീവ്. 1400. എൻ്റെ സൈസ് 26, 32, 34. നിന്റെ സൈസ് എന്തായാലും ഉണ്ടാവില്ല, നിനക്ക് ഇപ്പം ഏകദേശം ഉറപ്പായി. 30. ആ കുറഞ്ഞ് വരുമോ? ഒറ്റൊരു കുഴപ്പമുണ്ട്, ഇന്റെ 28ഉം ഇവരുടെ 28ഉം കുറച്ചൊരു മാറ്റുണ്ട് എന്നൊരു സംശയം. ഞാൻ എപ്പോഴും 28ആണ് ഗൈസ് എടുക്കല്, ബട്ട് ഇന്റെ 28 ഓൾഡ് 28ഉം വളരെ ഡിഫറെന്റ് ആണ്. അത് ഗൈസ് ഞാൻ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാറ്. ഞാൻ ഇതിടും, അതിന്റെ മേലെ കൂടി ഞാൻ ഇതിടും. അതിന്റെ തലക്ക ഞാൻ തട്ടിയ ഞാൻ ഇങ്ങനെ ചെക്ക്. എന്താ ഇത്? എനിവേസ് വി ആർ മൂവിങ് ഓൺ. ഓ ഇത് ഓഫീസ് പാൻറ് പോലെ ഉണ്ടല്ലേ, ഓഫീസ് പാൻസ്. ഓ മനക്ക് പറയൂ, മനക്ക എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് പറയൂ. അതെന്താ എനിക്ക് പറയാനില്ലാത്തത്? അതൊന്നും എനിക്ക് വേണം. നോൺ ഷലാൻ, അതാണ് ഞാൻ. ഐ ആം വെരി നോൺ ഗൈസ്. ഇത് ഞാൻ എടുത്തിരുന്നു, പക്ഷേ ഇത് എക്സ്ട്രാ സ്മോൾ ആണ്. ഐ മീൻ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ഞാൻ ടൈറ്റെല്ലാം എടുക്കാറില്ല. വി ആർ വെരി ബാഗി. ഇതൊന്നും ഞാൻ എടുക്കൂല. വി ആർ വെരി ബാഗി. ഇത് രസമുണ്ട്, പക്ഷെ ഞാനത് എടുക്കും തോന്നണില്ല ഗൈസ്. ഇതാണ് ഞാൻ എടുത്ത് വെച്ചത്, ഒരു ഇൻഡിഗോ. ഓ ദിസ് ഇസ് സോ ക്യൂട്ട്. പക്ഷെ ഇത് ഒരിക്കലും ഇടൂല. ദിസ് ഇസ് ഹാഫ്. ഇതൊക്കെ കുറച്ചും കൂടി നീളുണ്ടാക്കി കൂടെ. എല്ലാം കുഞ്ഞതാ ഗൈസ് ഡ്രസ്സ്. ഇറ്റ്സ് ഓൾസോ. ഓ ഗൈസ് ഇതാണ് ഞാൻ എടുത്തത്, ഇതിന്റെ വലുത്. ഇത് ഞാൻ എക്സ്ട്രാ ലാർജ് ആണ് എടുത്തത്. ബാക്കി ഇതാണ് ഞാൻ എടുത്തത്, ഇതിന്റെ എക്സ്ട്രാ ലാർജ്. ഇതിനൊപ്പം ഞാൻ ഈ പാന്റ് എടുത്തത്. ആ ഈ പാന്റ് ഇന്റെ പാന്റാണേ. ഈ യെല്ലോ എടുക്കണോ? വേണ്ടല്ലേ. പോക്ക ഡോട്ട്സ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സ് ഗ്രൂപ്പ് കയറി ഗൈസ്. ഞാൻ എടുത്ത 2 ഔട്ട്ഫിറ്റ്സ് ഇസ് ഹിയർ. ലെറ്റ് മീ ഷോ യു ഗൈസ്. ഞാൻ വിചാരിച്ചു എന്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനും. ലെറ്റ്സ് ഗോ. ഞാൻ അത്ര സൗണ്ട് ഉണ്ടാക്കട്ടെ, ഇവിടെ ആൾക്കാരുണ്ട് ഗൈസ്. ദിസ് ഈസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. ബട്ട് ദ പ്രോബ്ലം ഈസ് കഴുത്ത് കുറച്ച് കൂടുതലാണ്. ചിലപ്പോൾ എടുക്കും ഗൈസ്, ബട്ട് നല്ല രസമുണ്ട് കാണാൻ. മിക്കവാറും ഞാൻ വലിയ പിന്നൂത്ത് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. രസമുണ്ട്, ബട്ട് കഴുത്ത് കൂടുതലാണ്. നമുക്ക് നോക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടമായി, ബട്ട് ആകെ ഒരു കുഴപ്പമുള്ളൂ. ശരി എത്ര ഉണ്ടാവുള്ളൂ കൈ? മിക്കവാറും ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. അല്ല ഇതിന്റെ ഉള്ളിൽ കൂടി ഞാൻ സ്ലീവ്സ് ഇടും, അപ്പൊ ഇതിന്റെ രസം പോവില്ല. ഇത് മിക്കവാറും ഉപ്പാക്കും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ ബൈ ഗൈസ്. ദിസ് ഈസ് സോ ക്യൂട്ട്, ബട്ട് കൈ ഗൈസ് ഭയങ്കര ചെറുതാണ്. എനിക്ക് കൈ ഇഷ്ടമായില്ല. കൈ സോ സ്മോൾ. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്ന്. Many hours later. ഇതാണ് ഷുട്ടുമണി, ഇതാണ് ബബ്ലി. എനിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാല്ല. വെരി നീരാളി
വലിയ ചെമ്മീൻ. ഓ മൈ ഗോഡ് ഗൈസ്, സെൻസർഡ്. ഓ അന്ന് കാണിക്കാൻ പാടില്ല ഗൈസ്. ദാറ്റ് ഇസ് ആടിൻ്റെ തല. സോറി ഗൈസ്, ആരെങ്കിലും എന്താണ് വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി. യെസ് ഗൈസ്, ഐ എം റിയലി സോറി. നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് എത്തിക്കുന്നത്. ബൈ ദ ബേ, ഇവിടെ ഒരാൾക്ക് ഒരു ഇതുമില്ല, വീഡിയോക്കും വരില്ല, ഒന്നിനും വരൂല. പോയി അവിടെ ആരെ കാണുന്നത്? സുജിത്ത് ഭക്തനെയാണ് കാണുന്നത്. നമ്മുടെ മമ്മിയുണ്ട്. എന്താ ഫാദർ? എല്ലാരും ഒരു കണ്ടു മതിയായി അടിപൊളിയാ. അതാണോ വരുന്നത്? ആടിന്റെ തലയോ? ആ, എന്നാലേ ഞാൻ പോവാട്ടോ ഇവിടുന്ന്. ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഗൈസ് ആടിന്റെ തല പറഞ്ഞാൽ. അതെ ഗൈസ്, അപ്പൊ മിൻസൊക്കെ ഫേവറേറ്റ് ആടിന്റെ തല ഉണ്ട്. പിന്നെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ആടുതല ഫിഷ് മിക്സ് ആണ്. ബക്കറ്റ് കണ്ടോ? ബക്കറ്റ് വരുന്നുണ്ട്. ഇല്ല കണ്ടോ? കാണണ്ട. ആ ബക്കറ്റ് ഗൈസ്. അപ്പൊ ആടുതല ബക്കറ്റ് ഫിഷ് ബക്കറ്റ്. ആടിന്റെ തല വാങ്ങിച്ചിക്കണോ? ബക്കറ്റിൽ മിക്സ് ചെയ്താ വരും. വരുമ്പോ കണ്ടോ ബക്കറ്റ് വരുന്നത്? കണ്ടോ അതിൽ എന്തൊക്കെയുണ്ട്? ഇഷ്ടമല്ലല്ലോ തല. ഞങ്ങളെന്നോളേ ഇത് കായം കൂട്ടിയാ മതി. കിളി പോയാ പപ്പ ഇങ്ങനെ കണ്ണടച്ചില്ലേ? മിഷൻ അപ്രൂവ്. നമുക്ക് നോക്കാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ എത്തി. ഇതില് ആടുതല, മീന് തല, ഫിഷ് തല. ഇത്ര വലിപ്പം ഉണ്ടാവില്ലേ? പറയാ മറ്റേ എന്താ സാധനം? സീ ഫുഡ് പ്ലാറ്റർ. ഞാൻ കണ്ടുകണ് ഗൈസ്. അതില് ഫുള്ള് ഇന്നത്തെ മറ്റേ സാധനം ഒക്കെ ഞാൻ മറ്റേ സാധനമാണ്. ഇന്ന് എത്ര കാലം കടുക്കരെ കഴിച്ച് തിന്നത്. നിങ്ങൾ കണ്ടുകളോ നിൽക്കാറില്ല, പക്ഷെ ഈ ആസ്മറിലൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ASMRലൊക്കെ സീ ഫുഡ് പ്ലാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കാക്ക പറഞ്ഞതിലില്ലാന്ന്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോ ഞാൻ അതിലില്ലേന്ന്. ഒക്ടോപസ് തന്നെ ശരിക്കും ആദ്യമായിട്ടാണ് കാണാൻ പോണത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാനും പോകും. ആ സാധനമൊക്കെ പക്ഷെ കഴിക്കാൻ നമ്മള് ആദ്യമായിട്ട് ജീവിതത്തില് ചെമ്മീനല്ല. അല്ലാ എങ്ങനെയുണ്ട്? കൂന്തളുടെ ടേസ്റ്റ് ആണോ? ഇഷ്ടായോ? കുഴപ്പമില്ല. എല്ലാരും എന്താ വെച്ചാൽ കുഴപ്പം മീനല്ലേ? അതെ, പക്ഷെ അതെനിക്കൊരു പേടി. ഇത് ഇങ്ങനെ ഇത് ഞണ്ട്. അടിച്ച് പിന്നാണല്ലോ മിൻസ. ഗൈസ്, അങ്ങനെ ഇവിടെ World War 3 ഉം 4 ഉം നടന്നിരിക്കുകയാണ്. കഴിഞ്ഞു. അവിടെ വേസ്റ്റ് ആണ് ഗൈസ്. വൺ ഓഫ് ദി ബെസ്റ്റ് മീൽസ് ഐ ഹാവ്. എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. അങ്ങനെയല്ല, അത് പൊട്ടിക്കാൻ ഏകദേശം 4-5 നെണ്ട് കണ്ടിട്ടുണ്ടാവും. ഞാനാണ് ഇത് എല്ലാ നെണ്ടിലും തീർത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് മീൽ. എല്ലാവരും ട്രൈ നോക്കണം.